കണ്ണൂർ ഇരിട്ടി അങ്ങാടിക്കടവിൽ ജനവാസ മേഖലയിൽ കടുവയെ കണ്ടു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട്ടുപന്നിയെ കൊന്നു തിന്നുകയായിരുന്നു ഈ കടുവയെ കണ്ട വ്യക്തി ഓടി മരത്തിൽ കയറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫെലിക്സേ, ഇത് ഈ കണ്ട വ്യക്തി എത്ര മീറ്റർ ദൂരത്തിലാണ് കടുവയെ കണ്ടത്? ഈ കടുവ ഏത് ഭാഗത്തേക്ക് പോയി എന്നാണ് മനസ്സിലാകുന്നത്? നേരത്തെയും കടുവ ശല്യമുള്ള സ്ഥലമാണോ? ദിവിഷ്, ഇത് അങ്ങാടിക്കടവ് അട്ടയോലിമല എന്ന സ്ഥലത്താണ് ഈ കടുവയെ കണ്ടത്. അതായത് ഒരു ചേട്ടൻ ആ ചേട്ടന്റെ പറമ്പിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കടുവ ഈ കുരങ്ങിന്റെ ശബ്ദങ്ങൾ കേട്ടു. അങ്ങനെ കൂട്ടമായി കുരങ്ങ് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ചേട്ടൻ സ്വന്തം പറമ്പിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് ഒരു 5 മീറ്റർ മാത്രം അകലെയായി കടുവയെ കണ്ടത്. കടുവ ഒരു കാട്ടുപന്നിയെ കൊന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഭയന്ന് ഈ മാത്യു എന്ന ചേട്ടൻ തൊട്ടടുത്തുള്ള ഒരു പ്ലാവിൻ മരത്തിൽ കയറി. അവിടെ കയറിയതിനു ശേഷം അങ്ങാടിക്കടവ് ടൗണിലെ സുഹൃത്തുക്കളെ ഫോണിൽ വിവരം അറിയിച്ചു. അങ്ങനെ ആളുകൾ കൂട്ടമായി എത്തി. ആളുകൾ എത്തുന്നതിന് മുൻപ് തന്നെ കടുവ അവിടെ നിന്നും ഒച്ച കേട്ട് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത്. ഇത് വനത്തോട് അത്ര ചേർത്ത പ്രദേശമല്ല. ഇത് വനത്തിനോട് ഏതാണ്ട് 2 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ഇത് കടുവയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ്. അതേസമയം അവിടെ ക്യാമറകൾ സ്ഥാപിക്കും. ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞാൽ മാത്രമേ ഇത് എന്ത് മൃഗമാണെന്ന് വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷം അതിനെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അറിയിക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഈ കടുവയെ